നമ്മുടെ നാട് വലിയൊരു ദുരന്തത്തെയാണ് നേരിട്ടത്. ആ സമയത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു. പക്ഷേ ഗവൺമെൻറ് ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വളരെ നിരുത്തരവാദിത്തപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഘട്ടമാണ്. അതോടൊപ്പം രാഷ്ട്രീയ നാടകങ്ങളും തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണം നടത്താൻ തയ്യാറാവുന്നത്. നമുക്കറിയാം, പ്രളയമുണ്ടായി, നാട് ഇത്രയുമെല്ലാം ദുരന്തം അഭിമുഖീകരിച്ചു. ഒരുപാട് മാധ്യമ വിമർശനങ്ങൾക്കും ഒക്കെ ശേഷം ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലെത്തി. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെത്തുമ്പോൾ സ്വാഭാവികമായും ജനപ്രതിനിധികളുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാകും എന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹം ജില്ലയിലെ 4 MLA-മാരുടെ അഭിപ്രായങ്ങളും കേട്ടു. അവരെ വിളിച്ച് യോഗങ്ങൾ ചേർന്നു. റാന്നിയിലും അദ്ദേഹം സന്ദർശിച്ചു, ആറന്മുളയിലും അദ്ദേഹം സന്ദർശിച്ചു, തിരുവല്ലയിലും അദ്ദേഹം സന്ദർശിച്ചു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ കോന്നി സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതുമാത്രമല്ല, ഇന്നലെ ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു. അടൂർ MLA വരെ ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചു. എനിക്ക് ഒരു വിധത്തിലുള്ള അറിയിപ്പും അത് സംബന്ധിച്ച് നൽകിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കോന്നി MLA അറിയിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു എന്നാണ്. അത് വളരെ ബോധപൂർവമായിരുന്നു ആ നിർദ്ദേശം. കാരണം ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്താൽ ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുള്ള, ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടും. ആ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ദുരന്തമുഖത്തും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശ്രമം അങ്ങേയറ്റം ഹീനമാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലെ തരം താഴുന്നത് ശരിയല്ല. ഇവിടെ കോന്നിയിൽ വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. 3 സ്ഥലത്ത് വലിയ ഉരുൾപൊട്ടി. 3 സ്ഥലത്ത് തേക്കുതോട്ടും അതോടൊപ്പം തന്നെ കൊക്കാത്തോടും വയ്യാറ്റുപുഴയിലും. ഭാഗ്യം കൊണ്ടാണ് ജീവൻ അപകടമുണ്ടാകാതിരുന്നത് പോയത്. സംസ്ഥാനത്ത് ഈ പ്രളയക്കെടുതിയിൽ രാവിലെ മാധ്യമങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞത് 52ഓളം വീടുകൾ തകർന്നു എന്നാണ്, പൂർണ്ണമായി. കണക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല. 8 വീടുകൾ, കോന്നി മണ്ഡലത്തിലെ 8 വീടുകൾ പൂർണ്ണമായും തകർന്നു. അവിടെ ആളുകളെ ഇനി മാറ്റി താമസിപ്പിക്കുകയേ മാർഗമുള്ളൂ. 100 കണക്കിന് വീടുകൾ ഭാഗികമായി തകർന്നു. 100 കണക്കിന് വീടുകൾ ഭാഗികമായി തകർന്നു. 100 കണക്കിന് വീടുകളുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. 100 കണക്കിന് വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കോന്നി മണ്ഡലത്തിലെ 16ഓളം റോഡുകൾ, ആ റോഡുകൾ മണ്ണിടിഞ്ഞും വെള്ളം കയറിയും യാത്ര ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് തകർന്നു. കോന്നിയിലും പത്തനംതിട്ട ജില്ലയിലും കേരളത്തിലുമെല്ലാം ഓണത്തിനുൾപ്പെടെ കൃഷി സാധനങ്ങൾ, വാഴക്കുല ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കോന്നി. പാവപ്പെട്ട കർഷകരുടെ ഏക്കർ കണക്കിന് വാഴകളാണ് നശിച്ചിട്ടുള്ളത്. ഇവിടെ
പാട്ടത്തിന് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. എല്ലാവരും 1000-ഉം 2000-ഉം ഒക്കെ വാഴ കൃഷി ചെയ്യുന്ന കർഷകർ അവരുടെ എല്ലാ പ്രതീക്ഷയും ഈ ഓണത്തിന് വിളവെടുക്കുന്ന പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന സ്ഥിതിയിലാണ് ആ കർഷകർ ഉള്ളത്. ഏക്കർ കണക്കിന് നമ്മൾ നോക്കിയാൽ വിവിധ ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് വാഴകൾ ഒടിഞ്ഞ് നിൽക്കുകയാണ്. നിസ്സഹായതയോടെ ആ കർഷകരെല്ലാം അത് നോക്കി നിൽക്കുകയാണ്. എല്ലാ കൃഷി വിളകളും നശിച്ചു. സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. കോന്നിയിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി മുഖ്യമന്ത്രി ഇന്നലെ ചെയ്തത്. കാരണം അദ്ദേഹം വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വാഹനമൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു. കോന്നിയിലൂടെ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വാഹനമൊന്ന് നിർത്തിയിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ടവന്റെ കൃഷിഭൂമിയെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകാമായിരുന്നു. തീർത്തും അപലപനീയമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ സമീപനം. ഇനി പോയിടത്തെ സ്ഥിതി എന്താ? തീർത്തും രാഷ്ട്രീയ നാടകമായിരുന്നില്ലേ? ഞാൻ പറയുന്നില്ല, നിങ്ങളെ തന്നെ പങ്കെടുത്ത ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ ഇന്നലെ വായിച്ചു. മുഖ്യമന്ത്രി കൃത്യം 12:30 എത്തുമെന്ന് പറഞ്ഞു. അത് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ഇന്ന ഭാഗത്തെത്തുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ക്യാമറയും ഹെലിക്യാം ഉൾപ്പെടെ എല്ലാ സംവിധാനവുമായി ഞങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തകരും നിന്നു. 1:19 മുഖ്യമന്ത്രി എത്തി. 1:20 അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മുണ്ടു മടക്കി കുത്തി. സ്വാഭാവികമായും നമ്മളെല്ലാം കരുതുന്നത് എന്താ? മുണ്ട് മടക്കി കുത്തുമ്പോൾ തൊട്ടു ഫ്രണ്ടിൽ കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോവാനാവും. അപ്പൊ തന്നെ അബിൻ വർക്കി വന്ന് ദൂരേക്ക് കൈ ചൂണ്ടി ഒരു തെങ്ങിന്റെ മണ്ട കാട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞത് ആ തേങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട് എന്നാണെന്നാണ് ആളുകൾ പറയുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ കൈ ചൂണ്ട കാര്യമില്ലല്ലോ. ഫോട്ടോ എടുത്തു, വീഡിയോ പിടിച്ചു, അദ്ദേഹം മടങ്ങി. പോയിടത്തെല്ലാം ഇതേപോലെയുള്ള ലൊക്കേഷനുകളായിരുന്നു അദ്ദേഹം സെറ്റ് ചെയ്തിരുന്നത്. എല്ലാം സെറ്റായിരുന്നു ഷൂട്ടിംഗ്. ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു പാവം പിടിച്ചവൻ എന്തോ ചെറിയൊരു വിമർശനം ഒന്ന് പറയാൻ ശ്രമിച്ചു. അപ്പം തന്നെ അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹം രാവിലെ 2 അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ ചില മാധ്യമങ്ങൾ അതിൻ്റെ വാർത്ത ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഈ ദുരന്ത സ്ഥലത്ത് പോലും രാഷ്ട്രീയ നാടകമാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്.